ഹായ് മക്കളെ, ഹലോ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1ലും +2ലും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. സോ എന്താണ് ഇൻ്റഗ്രേഷൻ ചോദിച്ചാൽ നമ്മൾ പറയും, അതായത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിയിട്ട് വലുതാക്കി വെക്കാറില്ലേ? എക്സാമ്പിളായിട്ട് പൈസയൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ച് കുറച്ച് കൂട്ടി വെച്ച് എന്ത് ചെയ്യും? കുറേ ആക്കി വെക്കാറില്ലേ? അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിയിട്ട് ഒരു വലിയ റിസൾട്ട് തരുന്ന, ഒരു സം ചെയ്ത് തരുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മൾ എന്ന് വിളിക്കുക ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ നമ്മൾ എഴുതുമ്പോൾ സിമ്പിളായിട്ട് പറയുക എങ്ങനെയാണ്? ഇൻ്റഗ്രേഷൻ ഈസ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അതായത് ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, പല പല ഷേപ്പുകൾ ഉണ്ടാവും. അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ആകെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാറില്ലേ? അതേപോലെ ആകെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഓപ്പറേഷനാണ് അവർ പറയുക ഇൻ്റഗ്രേഷൻ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ എഴുതുക എന്നൊക്കെ അറിയണ്ടേ? നമ്മൾ ലാസ്റ്റ് വീഡിയോയില് ഡിഫറൻസിയേഷൻ ഒക്കെ പറഞ്ഞല്ലേ, അതേപോലെ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് എഴുതുക? സിമ്പിൾ ആണേ. സിമ്പിൾ ഒന്ന് പഠിച്ചാളെ മക്കളെ. ഇതാണ് ഇൻ്റഗ്രേഷൻ സിമ്പിൾ ആയിട്ട് പറയാ, ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്നാണ് വായിക്കേണ്ടത്. ഇങ്ങനെ വായിക്കുക, എസ്. എന്താണ്? ലോങ് എസ് അല്ലെങ്കിൽ ലോങ് സം എന്നാണ് വായിക്കേണ്ടത്. കുഴപ്പമില്ലല്ലോ. അപ്പോ തുടക്കം മുതലേ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടുക, ആഡ് ചെയ്യുക. അതിനെ എന്ത് വിളിക്കുക? ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോ എന്തൊരു സാധനം പുതുതായിട്ട് പഠിക്കുമ്പോഴും കുറച്ച് കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ. അതേപോലെ ഇൻ്റഗ്രേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ഉണ്ടേ, പഠിച്ചു വെക്കണേ. ഇതാണ് ഇന്റഗ്രൽ x raised to n dx. എന്താ വന്ന്? x raised to n+1 by n+1 plus c. ആ c നമ്മൾ വിളിക്കുക കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ആ സി നിങ്ങൾ ഇപ്പം തൽക്കാലം ആലോചിക്കണ്ട. +2ലൊക്കെ ആണെങ്കിൽ ആ സി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? സം ആണ്. സോ പുള്ളിക്കാരന്റെ പവർ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടുക, ഡിവൈഡഡ് ബൈ ദ സെയിം. ഡിഫറൻസിയേഷൻ ആണെന്ന് പറഞ്ഞേ, പവറിലൊരു ഡിഫറൻസ് വരും. ഇന്റഗ്രേഷൻ പറയുമ്പോൾ എപ്പോഴും ആലോചിക്കണം, പവർ ഒന്ന് കൂടും, ഡിവൈഡഡ് ബൈ ദ സെയിം ആണ്. ആലോചിക്കണേ, എപ്പോഴും താഴെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എപ്പോഴും ആലോചിക്കണം. ഓക്കെ, സം ആണേ. റെഡി? അപ്പൊ മക്കളെ, നിങ്ങൾ പഠിക്കുമ്പോഴേ അങ്ങനെയൊന്നും പഠിക്കണ്ട, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇന്റഗ്രൽ x raised to n dx. ആരാ? x raised to n+1 by n+1. അത്രയൊന്നും ആലോചിക്കാനില്ലേ? അതായത് പവർ എന്താണോ ആ പവർ ഒന്ന് കൂടും, ഡിവൈഡ് ബൈ ദ സെയിം. ഓക്കെ ആണോ? ഇവിടെ ഇപ്പൊ 2 ആണെങ്കിൽ, n എന്ന് പറയുന്ന നമ്പർ ആണേ, അതിപ്പോ 2 ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആ 2ന് പകരം ഒരു 3 എഴുതുക, ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇപ്പൊ x² ആണെങ്കിൽ നിങ്ങൾ എന്താ എഴുതണ്ടേ? x raised to 3/3. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഒരു x³ dx ആണെങ്കിലോ? x raised to 4/4. സിമ്പിൾ പരിപാടിയല്ലേ? എടി എന്നാ കുറച്ച് നോക്കി വെക്കലോ. ഓക്കെ, ഒന്നുകൂടി തന്നിട്ടുണ്ടേ. മിക്കവാറും നമ്മളെ കണക്കില് +1 ഒക്കെ ആണെങ്കിൽ ടൈം വേരിയേഷൻ ആണ് വരിക. സോ നമ്മൾ കൊടുക്കുവാണ് ഇന്റഗ്രൽ t raised to n dt. നിങ്ങൾ നോക്കണേ, ഇവിടെ t ആണെങ്കിൽ ഇവിടെ dt ആണ് വന്നത്. നേരത്തെയോ x ആണെങ്കിൽ ആരാ വന്നത്? dx ആണ് എഴുതണ്ടേ. അത് എപ്പോഴും മനസ്സിൽ വേണേ. ഓക്കെ, അതേപോലെ പറയാ t raised to n+1 by n+1. സെറ്റ് അല്ലേ? കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ. റെഡി? ഇപ്പൊ നമ്മൾ പറയുന്നത് സി ഇല്ലാതെയാണ് പറയുന്നത്. ലാസ്റ്റ് നമ്മള് കൃത്യമായിട്ട് വിലയുള്ള സാധനമാണ് പറയുന്നത്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എടി നമ്മൾ ആദ്യത്തെ സാധനം നോക്കിയാട്ടെ. ഇന്റഗ്രൽ x dx അല്ലെ? എക്സിന്റെ പവർ എത്രയാപ്പാ? എക്സിന്റെ പവർ 1 ആണ്. നമ്മളെ ബുദ്ധി എന്തേനു? 1 ആണെങ്കിൽ ഒന്ന് കൂട്ടി പറയാം അല്ലെ? അപ്പൊ എന്താ ഉത്തരം? x raised to 2/2 ആണ്. റെഡിയാണോ? സെറ്റ് അല്ലേ? റെഡി? അങ്ങനെയാണ് t² dt ആണെങ്കിലോ? dt ആണ്, t ആണ്. ഓക്കെ, പവർ ഒന്ന് കൂട്ടുക. സോ
ടി ക്യൂബ് ബൈ ആരാ 3. സിമ്പിൾ പരിപാടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എക്സ് ഡി എക്സ് മാച്ചാണേ. റെഡി. അപ്പൊ എന്താ വരുക? എക്സ് ക്യൂബ് ബൈ 3. സെറ്റ് പരിപാടിയല്ലേ? ഒന്നുമില്ല. പവർ കൂടുന്ന ആലോചിക്കുക, സം ചെയ്ത് കൂടും, സെയിം സാധനം താഴെ എഴുതുക. ഓക്കെ, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്റഗ്രൽ ഡി എക്സ് മകളെ ഒന്ന് പഠിച്ചേക്കണേ. ഇന്റഗ്രൽ ഡി എക്സ് ആരാന്ന് ചോദിച്ചാല് എക്സ് നിങ്ങൾ പഠിച്ചു. ഇന്റഗ്രൽ ഡി എക്സ് ആരാണ്? എക്സ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ലല്ലോ ഡി എക്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ. സോ നമ്മൾ അവിടെ ഒരു എക്സ് റേസ് ടു 0 ഇട്ട് കൊടുക്കും. എക്സ് റേസ് 0 ആരാ? 1. അങ്ങനെയാണ് എക്സ് കിട്ടുന്നത്. പഠിച്ചു വെച്ചോ. ഇന്റഗ്രൽ ഡി എക്സ് ആരാ? എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് ആരാ? എക്സ്. എന്താണെങ്കിലും ഓക്കെ, എന്നും വരും നോക്കി നോക്കാം. ഇനി ഇന്റഗ്രൽ 5 ഡി എക്സ് ആണെങ്കിലോ? 5 ഒക്കെ വന്നാലേ അപ്പൊ അവിടെ ഉത്തരം 0 എന്നൊന്നും വിചാരിക്കരുത്. 5നെ നിങ്ങൾ അനക്കാതെ വെക്കുക, പുറത്തെടുക്കുക ഇന്റഗ്രേഷന്റെ. ആരെ മാത്രം ചെയ്യാ? ഇന്റഗ്രൽ ഡി എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് ആരാ? എക്സ്. സിമ്പിൾ. അപ്പൊ 5 ഡി എക്സ് ആരാ? 5x. ഇപ്പൊ 10 ഡി എക്സ് ആണെങ്കിലോ? 10x. ഓക്കെ, അതേപോലെ നോക്കണേ. 4 നമ്മൾ എന്ത് ചെയ്തു? അനക്കാതെ വെച്ചു. ഓക്കെ, ആരെ മാത്രം ചെയ്യുന്ന? എക്സ് ക്യൂബിനാ. എക്സ് ക്യൂബിന് ചെയ്ത എന്താ വരുക? എക്സ് റേസ് ടു 4/4 അല്ലെ? ആരെല്ലാം കട്ടായി? 4 കട്ടായി. സോ ബാക്കി നമുക്ക് ഉണ്ടാവുക എക്സ് റേസ് ടു 4. സെറ്റ് അല്ലേ? റെഡിയാണേ? ഓക്കെ, നമ്മൾ പോകുന്നുണ്ട്. അടുത്ത ഇതിന്റെ അകത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് എണ്ണം വരും. ഓക്കെ, ഇന്റഗ്രൽ 1/x² dx പഠിക്കണേ. +1 +2 ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. കുറച്ച് പണി ഉണ്ടാവും. നമ്മളിപ്പോ ഒരു സാധനം താഴെ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ മുകളിൽ കൊണ്ടുപോവുക. മുകളിൽ കൊണ്ടുപോകുമ്പോ എന്ത് സംഭവിക്കൂ? എക്സിന്റെ പവർ ഒന്ന് -2 ആവും. എടേ നമ്മൾ ഡയമെൻഷണൽ പഠിക്കുമ്പോൾ പഠിച്ചതാണ് ഇൻറ്റു ഡി എക്സ്. എവിടെയാണ് പ്രശ്നം വരിക? മൈനസ് വന്നാല് പവർ കൂടില്ല, പകരം പവർ കുറയാണ് ചെയ്യുക. കാരണം നമ്മൾ ഇക്വേഷൻ പ്രകാരം എന്താണ്? -2 + 1 അല്ലേ? ബൈ എന്താണ്? -2 + 1. സോ മൈനസ് വന്നാല് പവർ കുറയുവേ. പഠിച്ചു വെച്ചോ. അപ്പൊ എക്സ് റേസ് ടു -1/-1. ആ മൈനസിനെ ഞാനൊന്ന് മേലെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് വരും -x റേസ് ടു -1. ഇങ്ങനെ കാണാൻ രസമുണ്ടോ? ഇല്ലപ്പാ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? മെല്ലെ താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ എഴുതി -1/x. സെറ്റ് അല്ലേ? അതിലൊന്നും അങ്ങ് പഠിച്ചേക്കുന്നില്ലേ? നല്ലേ. ഓക്കെ, ഇന്റഗ്രൽ 1/x² dx ആരാണ്? -1/x. അടിപൊളി. ഓക്കെ, പഠിക്കുന്നതാണ് നല്ലത്. അടുത്ത ഇന്റഗ്രൽ 1/x dx അതേപോലെ അങ്ങ് ചെയ്താലോ? പറ്റൂലേ. ഇതങ്ങ് പഠിച്ചു വെച്ചോ. അതാണ് ln x log x എന്നാണ് പറയുക. ഇപ്പൊ അധികം ഇമ്പോർട്ടൻ്റ് അല്ല. അത് വേർഡിങ് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ഇന്റഗ്രൽ x റേസ് ടു -3 dx. ഞാൻ പറഞ്ഞ ബുദ്ധി എന്തേനോ? മൈനസ് ആണെങ്കിൽ പവർ ഒന്ന് കുറയും, ഡിവൈഡഡ് ബൈ ദ സെയിം. പ്ലസ് ആണെങ്കിൽ കൂടും, മൈനസ് ആണെങ്കിലോ കുറയും. ഓക്കെ, അപ്പോ എക്സ് റേസ് ടു ചെയ്യാണ്ട് പറഞ്ഞൂടെ? -3 ആണെങ്കിൽ ഒന്ന് പവർ കുറഞ്ഞിട്ട് -2/-2 എന്ന് വരും. ഇതുവരെ സെറ്റ് ആണോ? ഓക്കെ അല്ലേ? പ്ലസ് ആണെങ്കിൽ പവർ ഒന്ന് കൂട്ടുക, ഡിവൈഡഡ് ബൈ ദ സെയിം. മൈനസ് ആണെങ്കിൽ പവർ ഒന്ന് കുറക്കുക, ഡിവൈഡഡ് ബൈ ദ സെയിം. സെറ്റ് ആണേ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ചുകൂടി നമ്മൾ കറക്റ്റ് വാല്യൂ കിട്ടുന്ന ഇതാണ് പറയാ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതായത് ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും, ലോവർ ലിമിറ്റും ഉണ്ടാവും. f(x) നിങ്ങൾ നോക്കണ്ട, അത് നമ്മൾ കൊടുക്കുന്ന എക്സോ x² ആ സാധനങ്ങളൊക്കെയാണ്. ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ മക്കളെ. ഇപ്പൊ നിങ്ങൾ ട്രെയിനൊക്കെ ആണെങ്കിൽ ഒരു അപ്പർ ബർത്തും ഉണ്ടാവും, ലോവർ ബർത്തും ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഏതിനാ പ്രയോറിറ്റി കൊടുക്കുക? അപ്പർ ബർത്തിനല്ലേ? അവിടെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് കിടന്നുറങ്ങും. അപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോഴും അപ്പറിനാണ് പ്രയോറിറ്റി, മൈനസ് ലോവർ. ഞാൻ ഇവിടെ വെറുതെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. അതായത് x1ഉം x2 ഉണ്ടെങ്കിൽ ഇതതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. അത് നിങ്ങൾ ഇപ്പൊ ആലോചിക്കണ്ട. x2 വാല്യൂ ആണ് ആദ്യം കൊടുക്കേണ്ടത്,
പിന്നെ ആരാ x1 വാല്യൂ. ഇപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം, അപ്പർ ബർത്ത് ആലോചിക്കും, അപ്പർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ. സെറ്റാണേ, തെറ്റിക്കരുതേ, നോക്കി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഒരു കുഞ്ഞി സാധനം ചെയ്യാം, എന്നിട്ട് സെറ്റ് ആയിട്ടാകുമ്പോ മെല്ലെ മെല്ലെ ലെവല് കൂട്ടാം. ഓക്കെ, ഇന്റഗ്രൽ dx. ആരടാ dx? എക്സ്. ലിമിറ്റ് എങ്ങനെ കൊടുക്കുവെന്നറിയാവാ? അതിന് വേണ്ടി ഒരു ബോക്സ് ഇങ്ങനെ വരക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ താഴെ 3, ഓക്കെ, മേലെ 5. ആദ്യത്തെ പ്രയോറിറ്റി 5-ന്, പിന്നെ 3. സോ ആൻസർ എന്താണ്? 5 - 3. ഓക്കെ, എത്ര ആൻസർ? 2. ഓക്കെയാണ്, സിമ്പിൾ. അതാണല്ലോ ആദ്യം കൊടുക്കേണ്ട വാല്യൂ. ഇതാ മുകളിലത്തെ മൈനസ് താഴത്തെ അടുത്തെ. ഒരു ടെക്നിക് കൂടി പഠിച്ചു വെച്ചേ, താഴത്തെ ലിമിറ്റ് 0 ആണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. എപ്പോഴും ആലോചിക്കണേ, 0 to അപ്പർ ആണെങ്കിൽ സൈന് കോസൊക്കെ ഫംഗ്ഷൻ ആണ് കൊടുക്കണേ. അല്ലാതെ കേസിലാണെങ്കിൽ താഴെ 0 ഇടുന്നതിന്റെ ടെക്നിക്ക് തന്നെ എന്താണ്? ലിമിറ്റ് കൊടുക്കാണ്ടിരിക്കലാണേ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ dx ആരാ മക്കളെ? എക്സ്. എക്സിന്റെ വാല്യൂ എത്രയാ? നേരെയും കൊടുത്താൽ മതി, 5. ഇന്റഗ്രൽ dx ആരാ? എക്സ്. ആര് മാത്രം കൊടുത്താൽ മതി? 5 - 0 കൊടുക്കണ? വേണ്ട. അടുത്ത ഇന്റഗ്രൽ dx. ഇന്റഗ്രൽ dx ലിമിറ്റ് 0 to x. ഇന്റഗ്രൽ dx ആരാ? എക്സ്. ലിമിറ്റ് കൊടുക്കണോ? വേണ്ട. സിമ്പിൾ ആയിട്ട് എക്സ് എന്ന് എഴുതിയാൽ മതി. എടി അടിപൊളിയാണല്ലോ അല്ലെ? അടുത്ത ഇന്റഗ്രൽ dw. ലിമിറ്റ് 0 to w. സോ എത്രയാണ്? w. ഇന്റഗ്രൽ 0 to t dt. അതിന്റെ ഉത്തരം എത്രയാ? t. ഇതിനപ്പൊ ഇത്രക്കാരും പറഞ്ഞു വെച്ചാല് ഇതേപോലത്തെ കുറേ സ്ഥലത്ത് എനിക്ക് വരുവേ ഇന്റഗ്രൽ. ഈ ഒരു എനർജി എന്ന് പറയുന്ന എല്ലാ ഡെറിവേഷനിലും നമ്മൾ കൊടുക്കുന്നതാണ് ഇന്റഗ്രൽ 0 to w. സെറ്റ് ആണ്. അടുത്ത ഇന്റഗ്രൽ 0 to 2 3 dt. നേരെ കൊടുത്തേക്കരുതേ, 3 നമ്മൾ അനക്കാതെ അവിടെ വെച്ചു അല്ലെ. ഇനി ഇന്റഗ്രൽ dt മാത്രം ചെയ്യാം. ഇന്റഗ്രൽ dt അല്ലെ. ഇന്റഗ്രൽ dt ആരാ? t ആണ്. ഇനി ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, 0 to 2 ആണ് അല്ലെ. ഇതിവിടെ ഇൻറ്റു ആയിട്ട് കൊടുക്കേ. ഓക്കെ, അപ്പൊ 3 into 2. 2 മാത്രല്ലേ കൊടുക്കണ്ടോ? അപ്പൊ 3 into 2 എത്രയും മക്കളെ വരുവാ? 6 അല്ലെ. 3 into 2 സെറ്റ് ആണ്. റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ പോകുന്നുണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അടുത്ത 3d² dt. ലിമിറ്റ് 0 to 4. മേലത്തെ മാത്രം കൊടുത്താൽ മതി. സോ 3 എവിടെ അനക്കാതെ വെച്ചു, അര മാത്രം ചെയ്യാം. t² അല്ലെ. t² ആരാ? t³/3. എന്താ 3 3 കട്ടായി പോയി അല്ലെ. പിന്നെ t³ ലിമിറ്റ് കൊടുക്കണം. 4 മാത്രമല്ലേ കൊടുക്കണ്ടു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടിയുടെ സ്ഥാനത്ത് 4 എഴുതുക. എന്റെ പവേഴ്സ് ഒന്നും ചെയ്യരുതേ. സോ ടിയുടെ സ്ഥാനത്ത് 4 എഴുതി. 4 raised to 3 അറിയാവുക? 4 raised to 3 എന്ന് വെച്ചാൽ 4 into 4 into 4 അല്ലെ. സോ ആൻസർ വിൽ ബി 64. ഓക്കെ, അതേപോലെ അടുത്ത വരുവാണ് ഇന്റഗ്രൽ t dt. ലിമിറ്റ് നോക്കണേ, 1 ഉം 3 ഉണ്ട്. അപ്പൊ നമ്മള് ടീനെ ചെയ്താലേ പഠിച്ചാ t raised to 1 ആണ്. t raised to 1 ആണെങ്കിൽ എത്രയാ? t raised to 2/2. ലിമിറ്റ് കൊടുക്കണേ. ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി ബോക്സ് വരച്ചു. ആദ്യത്തെ വാല്യൂ 1, രണ്ടാമത്തെ വാല്യൂ 3. ലിമിറ്റ് കൊടുക്കുമ്പോൾ പഠിച്ചാളെ. നമ്മൾ ആദ്യം കൊടുക്കേണ്ട വാല്യൂ ഏതാ മക്കളെ? ആദ്യം കൊടുക്കേണ്ട വാല്യൂ 3 ആണ് അല്ലെ. അപ്പൊ 3 ടീന്റെ നേരെ എഴുതി. 3²/2 മൈനസ് അല്ലെ 3 1 അല്ലെ 1²/2. കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ കോമൺ എടുത്തിട്ട് നമുക്ക് അങ്ങ് മൈനസ് ചെയ്താളിയാ. സോ 3² എത്രയാ? 9 മൈനസ് 1 കോമൺ ഡിനോമിനേറ്റർ 2 ആണ്. 9 - 1 എത്രയാ? 8. 8/2 എത്രയാ? 4. അടിപൊളിയല്ലേ? വലിയ പണിയൊന്നുമില്ലല്ലോ. കോമൺ ഡിനോമിനേറ്റർ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതൊന്ന് ആലോചിക്കണേ. അതേപോലെ അടുത്ത
ടി ക്യൂബ് ഡി ടി. ചെയ്യാം അല്ല. ഓക്കെ, ടി ക്യൂബ് ആണ് നമുക്ക് വരും എന്താണ് ടി റേസ് ടു 3 ആണെങ്കിൽ 4 സെയിം താഴെ എഴുതുക അല്ലെ. ലിമിറ്റ് കൊടുക്കാൻ പോക്കാണ് ആരൊക്കെയാ 2 to 4. നമ്മൾ ചെയ്യോ 2 to 4? കുഴപ്പമില്ല, ഞാൻ ചെയ്യേണ്ടിയൊക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് എത്ര വരുക 4 raised to ആദ്യത്തെ വാല്യൂ 4 ആണ്. 4 raised to 4/4 അല്ലെ. അടുത്ത ലിമിറ്റ് എന്തേനു മൈനസ് അല്ലെ. അടുത്ത 2 ആണ് കൊടുക്കേണ്ടത്. 2 raised to 4/4 കട്ട് ചെയ്തോടെ ആദ്യത്തേന്ന് ഒരു 4ഉം 4ഉം കട്ട് ചെയ്യാ. സോ ആദ്യത്തേൽ വരുക 4 ക്യൂബ്. ഒരു 4ഉം 4ഉം കട്ടായേ. രണ്ടാമത്തെ നോക്കിയോട്ടെ മക്കളെ. 2 raised to 4 എന്ന് പറയുമ്പോ 2 into 2 into 2 into 2 അല്ലേ. ഇപ്പൊ 2 2s എന്ത് ചെയ്യാ കട്ട് ചെയ്യാ. ബാക്കി എന്താ ഉണ്ടാവുക 4 ആയിട്ട് കട്ട് ചെയ്താലേ ബാക്കി ഉണ്ടാവുക 4. 4 ക്യൂബ് എന്തേനു 64. 64 4 കുറച്ചാ ആൻസർ ആയിട്ട് എത്ര വരുക 60. റെഡിയല്ലേ? ഈ ടൈപ്പ് നിങ്ങൾ +1 ആലോചിക്കണ്ടോ. +2 ആണെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുവേ. അത് അന്നേരം പഠിക്കാം, അത്രയൊന്നും ഇപ്പം പഠിക്കണ്ട. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നാലോ, നോക്കിയാലോ. റെഡി. വെലോസിറ്റി വാരീസ് വിത്ത് ടൈം ആസ് v equal to എന്താണ് t². ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഇന്റർവെൽ 1 to 4 സെക്കൻഡ്. നമ്മൾ പണ്ട് പഠിച്ചില്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ഡിഫറൻസിയേഷൻ. കണാധാരം കൊണ്ട് കഴിഞ്ഞ വീഡിയോ കാണണേ. ഇനി വെലോസിറ്റി എന്നാല് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് ഇന്റഗ്രേഷൻ. ഒന്നുമില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് സൈഡ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഡി എസ് ആരാ എസ്. വലത് ഭാഗത്ത് വരുന്ന ആ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത ഭാഗത്ത് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് പഠിച്ച ആളെ. എസിന്റെ ഇക്വേഷൻ എന്താണ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ വി ഡി ടി. വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്, സെറ്റ് ആയി കളയാ. ഇന്റഗ്രൽ ആരാണ് t² dt അല്ലെ. ലിമിറ്റ് എത്രയാ മക്കളെ 1 to 4. ഓക്കെ, t² ആരാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന t³ / 3. ലിമിറ്റ് കൊടുക്കണേ എത്രയാ 1 മുതൽ 4 വരെ കൊടുത്തട്ടെ. അപ്പൊ ആദ്യത്തെ ലിമിറ്റ് കോമൺ ഡിനോമിനേറ്റർ ആയിരിക്കുവേ. സോ ആദ്യത്തെ എത്രയാ 4 ക്യൂബ്. ഇപ്പൊ തന്നെ പഠിച്ചാളെ കോമൺ ഡിനോമിനേറ്റർ ആയിരിക്കും മൈനസ് അല്ലെ. ആരാ 1 ക്യൂബ് 1 ആണ്. 4ന്റെ ക്യൂബ് എത്രയാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ. 64 മൈനസ് അല്ലെ 64 മൈനസ് 1/3 ആര് വരും മക്കളെ 63/3 വരും അല്ലെ. സോ ആൻസർ ആയിട്ട് വരുക 21. അടിപൊളിയല്ലേ പരിപാടി? ഓക്കെ, ഒന്നുകൂടി ചെയ്താളി. ഈ ഫോഴ്സ് വാരീസ് വിത്ത് ടൈം പഠിച്ചേ. F equal to 6x². Find the work when the body moves by 4 meter. സോ ലിമിറ്റ് നമ്മൾ 0 to എടുക്കണം. ഓക്കെ, അപ്പൊ വർക്ക് കണ്ടുപിടിക്കുന്ന സിമ്പിൾ ഇക്വേഷൻ അറിയില്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇന്റഗ്രേഷൻ വെച്ചാണ് ലിമിറ്റ് വെച്ചാണ് തന്നിട്ടില്ലെങ്കിൽ എന്ത് പറയാ ഇന്റഗ്രൽ എഫ് ഡി എക്സ് ലിമിറ്റ് ആയിട്ട് കൊടുത്തോ 0 to 4. എഫിന്റെ വാല്യൂ എത്രയപ്പാ എഫിന്റെ വാല്യൂ ഓക്കെ കൊടുക്കുന്നുണ്ട് 0 to 4. 6x² dx ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഓക്കെ അല്ലേ? എടേ അങ്ങനെയാണ് കൊടുക്കുക 6 into അല്ലേ എത്ര വരുക x³ ഓക്കെ അല്ലേ /3. ലിമിറ്റ് കൊടുക്കണേ. ലിമിറ്റിന്റെ തൽക്കാലം വെച്ചോ 4 മാത്രമേ കൊടുക്കണ്ടൂ. 0 to 4 ആണ്. എടേ അപ്പോ 6ഉം 3ഉം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടെ 2 ഉണ്ടാവും. എടേ അങ്ങനെയാണെങ്കിൽ 2 into അല്ലെ 4ന്റെ ക്യൂബ് അല്ലെ 4 ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അല്ലേ. പോട്ടെ ഒരിക്കലും കൂടി എഴുതാം 4 ക്യൂബ് അല്ലെ. അപ്പൊ 2 into 64. അപ്പൊ എത്ര വരും 128. എവിടെയാണോ യൂണിറ്റ് കൂടി എഴുതിയേക്ക വർക്കാണ് ജൂള്. നമ്മൾ നേരത്തെ യൂണിറ്റ് എഴുതിയില്ലല്ലോ, എഴുതിനാ ഇല്ല അല്ല. അപ്പൊ യൂണിറ്റ് പറയാ 21 മീറ്റർ എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് പോക്കാണേ. എടി ഇനി മക്കളെ 2 ഫംഗ്ഷൻ വരുവാണെങ്കിലോ ഒരുമിച്ച് എന്താ ചെയ്യാ? ഒന്നുമില്ല, നമുക്കിപ്പോ 2 മക്കളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാൾക്ക് ഫുഡ് കൊടുക്കണ്ടേ, വേറെ വേറെ കൊടുക്കണ്ടേ അല്ലേ? ഇവിടെ 2 ഉണ്ടെങ്കിലും ആ രണ്ടാൾക്കും എന്ത് ചെയ്യണോ സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യണോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ
ആദ്യത്തെ ആളെ ചെയ്യാ പ്ലസ്, രണ്ടാമത്തെ ആളെ ചെയ്യാ ഒന്നും ആലോചിക്കണ്ട. സോ പറ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. സദാ ഓപ്പറേഷൻ. പവർ ഒന്ന് കൂട്ടുക, ഡിവൈഡർ ബൈ സെയിം. സോ എത്രയാ? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് അടുത്ത എക്സ് ക്യൂബ് ആണെങ്കിലോ എക്സ് റേസ് ടു 4/4. രണ്ടാളാണെങ്കിൽ രണ്ടാക്കും കൂടി വേറെ വേറെ ചെയ്യാം, ഒന്നുമില്ല. ഒന്നും കൂടി പിടിച്ചോ. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സും 5x അപ്പൊ എന്താ വരുവാ? അതേപോലെ തന്നെ അല്ല, ആദ്യത്തെ വേറെ തന്നെ ചെയ്യാം. സോ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് അടുത്ത 5x അല്ലേ, എക്സിന്റെ എന്തേനു പവർ 1 ആവുമ്പോ 2/2 എഴുതണം. സോ 5x² ബൈ ആരാണ് 2. വേണ്ട എടിയല്ലേ? രണ്ടുപേരെയും പ്രത്യേകം എന്ത് ചെയ്യണം, പ്രത്യേകം എന്ത് ചെയ്യണോ? ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആയിക്കും, അല്ലെങ്കിൽ വിട്ടേ കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നതാണ്. സോ രണ്ടുപേരും നമ്മൾ ചെയ്യാൻ പോക്കാണേ മക്കളെ. ആദ്യത്തെ എക്സ് ചെയ്യുകയാണെങ്കിൽ എന്താ വരുവാ? എക്സ് റേസ് ടു 1 അല്ലേ? അപ്പൊ എത്ര വരുവാ? x² ബൈ 2. ശരിയല്ലേ? ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എത്രയാണ്? 1 to 3 പ്ലസ്. ഈ പ്ലസ് അവസാനം പൊട്ടിക്കാവേ, അതുവരെ അനക്കരുത്. x² ആണെങ്കിൽ നമുക്ക് വരും എത്രയാണ്? എക്സ് റേസ് ടു 2 ആണെങ്കിൽ 3/3. ലിമിറ്റ് കൊടുക്കണേ. വീണ്ടും 1 to 3 കൊടുത്തോട്ടെ. റെഡി? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ലിമിറ്റ് കോമൺ ആണ്. കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ ആദ്യത്തെ വരും എത്രയാണ്? 3² മൈനസ് 1 അല്ലെ? 1² ആണ്, 1 മതി. ബൈ 2. പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 1² എഴുതണോ? എനിക്ക് 1² കുഴപ്പമില്ല. പ്ലസ് അടുത്ത സെയിം ആണല്ലേ? 3 ക്യൂബ് അല്ലെ? മൈനസ് 1 ക്യൂബ് ബൈ കോമൺ 3. ഓക്കെ, ഈ പ്ലസ് അനക്കരുതേ. അടുത്ത 3ന്റെ സ്ക്വയർ എത്ര മക്കളെ? 3ന്റെ സ്ക്വയർ 9. 9 കുറച്ചാ 8 അല്ലെ? അപ്പൊ ഇവിടെ വരുക 8/2 പ്ലസ് അടുത്ത 3 ക്യൂബ് 27. 27 1 പോയാ 26 അല്ലെ? 26/3. ഓക്കെ, 8/2 4 പ്ലസ് അടുത്ത പറ 26/3. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോട്ടെ. 4 into 3 അല്ലേ? 4 into 3/3 അല്ലേ? 4 into 3 എത്രയാ? 12 പ്ലസ് 26/3. തീർന്നേ? എന്താ പറയാ, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവേ. 12 26 ആഡ് ചെയ്താൽ എത്രയാ മക്കളെ? 38/3. സെറ്റ് ആണോ? ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് പണി ഉണ്ടാവും, കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഈ പ്ലസ് അവസാനം വരെ അനക്കരുത്. എനിക്കൊരു നമ്പർ കിട്ടിയാൽ മാത്രമേ അതിനാ കൂട്ടാവൂ. തീർന്നു ചോദിച്ചാലേ +1 ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. എന്നാലും 2 കൂടി പഠിച്ചാൽ നല്ലതാണ്. നമ്മൾ ഡിഫറൻസിയേഷൻ പറയാൻ പാടുന്നില്ലേ അല്ലേ? കോസ്, കോട്ട്, കോസീക്ക് എല്ലാവരും ഉത്തരം എന്താണ്? മൈനസ് ആണ്. ഇവിടെ നേരെ തലതിരിച്ചാണ്. അതുകൊണ്ട് രണ്ടും പഠിക്കുമ്പോൾ +2കാർക്ക് +1കാർക്കും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ടെക്നിക്ക് എന്നാ? ഡിഫറൻസിയേഷൻ ആണെങ്കിൽ കോസ്, കോട്ട്, കൊസീക്ക് എല്ലാത്തിന്റെ ഉത്തരം എന്നാ? മൈനസ്. ഇവിടെ പ്ലസ് ആണ്. സോ ഇവിടെ തിരിച്ചു പറയണം. ഇന്റഗ്രൽ sin x dx ആരാണ്? മൈനസ് കോസ് എക്സ്. ഓക്കെ, അടുത്ത ഇന്റഗ്രൽ കോസ് എക്സ് dx ആരാ? പ്ലസ് സൈൻ എക്സ്. തെറ്റിക്കൂലല്ലോ? കോസ് എയുടെ പ്ലസ്. ഓക്കെ, ഇന്റഗ്രൽ സൈൻ എക്സ് dx ആരാ? മൈനസ് കോസ് എക്സ്. അടുത്ത സൈൻ കെ എക്സ് dx ആരാണ്? സൈൻ കെ എക്സ് dx സൈൻ ആണെങ്കിൽ മൈനസ് കോസ് അല്ലേ? അപ്പൊ മൈനസ് കോസ് കെ എക്സ്. പോരാ പക്ഷേ? പോരേം ചോദിച്ചാ പോരാ. ഇന്റഗ്രേഷൻ ആണെങ്കിൽ ആര് വരും? താഴെ ആരെങ്കിലും വേണ്ടേ? അപ്പോ ഇതിന്റെ താഴെയായിട്ട് ഈ എക്സിന്റെ കൂടി ആരാണ് ഉള്ളത്? ആ പുള്ളിനെയും കൂടി ഒന്ന് എഴുതാം. സെറ്റല്ലേ?
അപ്പൊ സൈൻ കെ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് കെ എക്സ് ബൈ കെ എന്ന ബുദ്ധി പറ. കോസ് കെ എക്സ് ഡി എക്സ് ആണെങ്കിലോ സിമ്പിൾ അല്ലെ? പിടിച്ചോ അല്ലെ? ഇതാ നമ്മൾ പറയുന്നത് സൈൻ കെ എക്സ്. ഇവിടെ നിർത്തുവോ നമ്മള്? ഇല്ല, ബൈ കെ. റെഡിയല്ലേ? ഇപ്പൊ ബേസിക് ആയ സാധനം ഏറ്റവും പഠിച്ചേക്കുക. എന്തായിരുന്നു? പവർന്ന് കൂടും ഡിവൈഡ് ബൈ ദ സെയിം. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആരാണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഇന്റഗ്രൽ ടി റേസ് ടു എൻ ഡി ടി ടി റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രേഷൻ ഏകദേശം ഓക്കെ ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര വരെയുള്ളൂ നമ്മളെ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചു, ഇന്റഗ്രേഷൻ പഠിച്ചു. ഇനി ബാക്കിയുള്ളതാണ് ഗ്രാഫ്. ഓക്കെ, താങ്ക് യു.